മഹർഷീശ്വരന്മാർ ക്രിസ്തുവും നബിതിരുമേനിയും ബുദ്ധഭഗവാനും ഒക്കെ പരിപോഷിപ്പിച്ച് മണിയേട്ടനിലൂടെയെല്ലാം നമ്മുടെ മുന്നിലെത്തിയ ഈ മഹാപ്രവാഹം ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും എല്ലാവരും കൂടെ ധന്യമാക്കിയ ഈ മഹാപ്രവാഹത്തിൻ്റെ ഒരു കണികയാവാനുള്ള ഭാഗ്യമാണ് നമുക്ക് കിട്ടിയത്. അതിൽ നിന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ടു പോകേണ്ടത് കാലമാണ്. നമ്മൾ കരുതും നമുക്കതിനുള്ള കഴിവൊന്നുമില്ല, എന്നെക്കൊണ്ട് അതൊന്നും. ഏത് സമയത്താണ് ഈ ശ്രേണിയിലേക്ക് വരുന്ന ഒരാൾക്ക് വിളി വരുന്നത്, ദൈവികമായൊരു വിളി വരുന്നത്, നിയോഗിക്കപ്പെടുന്നത് എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി തുറന്ന മനസ്സോടെ മുന്നോട്ട് പോയാൽ മതി. കാലത്തിന് ചില പ്ലാനുകളൊക്കെ ഉണ്ടാകും, കാലം വിളിച്ചോളും. നമുക്ക് കിട്ടിയ വെളിച്ചം അവർക്ക് കൂടെ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, നമ്മുടെ പരാജയമാണ്. കാരണം ആ ജിമ്മിലേക്ക് പോകുന്നവരെല്ലാം തന്നെ ആരോഗ്യത്തിലൊരു വിചാരമുള്ളവരും ആരോഗ്യത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറുള്ളവരുമാണ്. അവരിലേക്ക് ശരിയായ ആരോഗ്യം എന്താണ് എന്നുള്ള ചിന്ത കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. അത് കാരണം നമ്മളെക്കുറിച്ച് ബലഹീനരാണെന്നും എല്ലായിടത്തേക്ക് എത്താനുള്ള കഴിവില്ലാത്തവരാണെന്നുള്ള ഒരു ചിന്ത കൊണ്ട് നമ്മളെ മൂടി വെച്ചേക്കുകയാണ്. വിളക്കിനെ കൊട്ടയിട്ട് മൂടിയ പോലെ വെച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മളത് ഈ ചെയ്യേണ്ടത് ഉറക്കെ സംസാരിക്കാൻ തുടങ്ങുക. ഒരു ദിവസം ഒരു 10 പേരോടെങ്കിലും ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ തയ്യാറാകുക. കേൾക്കുന്നവർ കുറവായിരിക്കും, അനുസരിക്കുന്നവർ അതിലേറെ കുറവായിരിക്കും. പക്ഷേ അവരുടേതായ ഒരു സമയം വരുമ്പോൾ അവരിതിലേക്ക് തിരിയാൻ ഇടയായിക്കോളും. ഒന്നത്. പിന്നെ വെറുതെ ഇരുന്ന് ചീർത്ത് തടിച്ച് നശിക്കുന്നതിനേക്കാൾ ജിമ്മിൽ പോകുന്നത് അത്രയും നല്ലത്. ഇപ്പോൾ ഒരാളെന്നോട് പറയുകയാണ്, എനിക്ക് പൂർണ്ണമായിട്ട് സസ്യാഹാരിയാകാൻ പറ്റുകയില്ല, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം. ആയിക്കോട്ടെ, നല്ല കാര്യം. താൻ പൂർണ്ണ സസ്യാഹാരി ആകുന്നില്ലെങ്കിൽ മുഴുവൻ ദിവസവും ഇറച്ചി തന്നെ തിന്നോളാൻ പറയാമോ? അത്രയെങ്കിൽ അത്രേ നല്ലത്. പക്ഷെ കുറേശ്ശെ ആ ദിവസത്തെ സുഖം അനുഭവിച്ചു വരുമ്പോൾ നിങ്ങൾ മുന്നോട്ട് പോയിക്കോളും. ഈ ഒരു നിലപാടാണ് നമുക്ക് സാധ്യമാവുക. അപ്പോൾ ജിമ്മിൽ പോകുന്നവരുടെ ഏറ്റവും വലിയൊരു അപകടം, അവിടെ കച്ചവടക്കാർ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഭയങ്കരമായിട്ട് കയറി കളിക്കുന്നുണ്ട്. ഡെക്കാഡുറോബോളിൻ പോലുള്ള കോമ്പിനേഷൻ മരുന്നുകൾ കുത്തിയാൽ പെട്ടെന്ന് മസിലുകൾ ഇങ്ങനെ വരും. ഒരു ചെറുക്കനെടുത്ത് അത് കുത്തി, അവൻ്റെ മസിലുകളൊക്കെ അങ്ങ് വലുതായി, കൈ മാത്രം. പൂവമ്പഴത്തിൻ്റെ ചാരുതയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവൻ്റെ കൈയുടെ തടവുകാരനായിട്ട് മാറി. മണിപ്പാൽ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവർ കൈ മുറിക്കണമെന്ന് പറഞ്ഞു. ബാക്കി എല്ലാ ആശുപത്രിയിലും 24 വയസ്സുള്ള ചെറുക്കനാണ്, സുന്ദരനായ. അവന് എന്തിനീ പ്രാന്ത് കാണിച്ചു എന്നറിയില്ല. മസിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആശാൻ പറഞ്ഞതനുസരിച്ച് കുത്തിയ മരുന്ന് കൈ മാത്രം. ഞാൻ ഒരു രാത്രിയാണ് കണ്ടത്. എൻ്റെ ഒരു ശിഷ്യൻ കുറച്ച് പ്രകൃതിയൊക്കെ പറഞ്ഞു കൊടുത്ത ഒരാശ്വാസമുണ്ട്. പൾസ് നോക്കി ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങാം. എൻ്റെ കൂടെയുള്ളവരോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. പോകുന്ന വഴി അവർ ചോദിച്ചു, എന്താണ്? മുന്നോട്ട് പോവില്ല. അവർ പറഞ്ഞു, നമ്മുടെ പ്രകൃതി ഏതെന്ന് നല്ല വ്യത്യാസം വരുന്നുണ്ട്, ഞങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് സാറെന്ന് പറഞ്ഞാൽ ഞങ്ങളത് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. പിറ്റേന്ന് ഞാൻ 8:30 മണി രാത്രി കാണുന്നു, വെളുപ്പിന് 4:30 മണിക്ക് കുട്ടി മരിച്ചു. എത്ര കഥകൾ! മിസ്റ്റർ കൊല്ലമായിട്ട് ജിമ്മിൽ പോയി ബോഡി ബിൽഡ് ചെയ്ത ചെറുപ്പക്കാരൻ ബ്ലഡ് ക്യാൻസറായിട്ട് എൻ്റെ അടുത്ത് വന്നു. മരുന്ന് കഴിക്കില്ലേ ചെറുപ്പക്കാരൻ? പിന്നെ എങ്ങനെ? ചോദിച്ചു വന്നപ്പോൾ കൂടെ വന്നത് ആകാശവാണിയിലെ ഒരു എക്സിക്യൂട്ടീവ് ആയിരുന്നു. അയാൾ പറഞ്ഞു, സാർ ഇവൻ 2 കൊല്ലം മുമ്പ് മസിൽ ഡെവലപ്പ് ചെയ്യാനൊരു മരുന്ന് കുത്തിയിരുന്നു. ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഈ ഡെക്കാഡുറോബോളിൻ എന്ന് പറഞ്ഞ മരുന്നാണ്. ഞാനെടുത്ത് അന്ന് നെറ്റിൽ നോക്കിയപ്പോൾ ഇത് ബ്ലഡ് ക്യാൻസർ ഉണ്ടാക്കും. ഞാൻ അവരെ കാണിച്ചു കൊടുത്തു, ഇതാണ് പറ്റിയത്. അതുകൊണ്ട് ചതി പറ്റുന്നുണ്ട്. പിന്നെ ഈ പ്രോട്ടീൻ പൗഡർ എടുത്ത് കഴിച്ച് ബിൽഡ് ചെയ്ത്. ഇത് ഉറക്കെ സംസാരിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞോ അറിയാതെയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ നിങ്ങളിൽ രോഗമുണ്ടാക്കി, ജനങ്ങൾക്ക് രോഗമുണ്ടാക്കി മരുന്ന് വിറ്റ് ലാഭമുണ്ടാക്കാൻ ആർത്തി പിടിച്ച് നടക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെയും കൈക്കൂലി കൊണ്ട് കൊഴുത്തു തടിക്കുന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ തടവിലാണ്. അതുകൊണ്ട് ഉറക്കെ സംസാരിക്കാനുള്ള ധീരത കാണിക്കണം. അവരെതിർത്തൊക്കെ നോക്കും. അവരെതിർത്താൽ എന്താ? എന്നെ പിടിച്ച് ജയിലിലിട്ടില്ലേ?
ഞാൻ അന്തസ്സായിട്ട് 7 ദിവസം പച്ചവെള്ളം കഴിച്ച് ഉപവസിക്കാൻ 20 കൊല്ലമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു ഉപവാസത്തിന് എനിക്ക് പറ്റിയിരുന്നില്ല. അറസ്റ്റ് ചെയ്തപ്പോൾ തുടങ്ങി ഞാൻ ചിരിക്കുക. കാരണം എനിക്ക് സുവർണാവസരമുള്ളൊന്ന് വിശ്രമിക്കാനും ഒക്കെ ഉണ്ടാവും. നീതിക്കായി പീഡകൾ സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. നീതിക്കായി പീഡ സഹിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണം. അപ്പൊ നീതിക്ക് പൊരുതുമ്പോൾ മുന്നിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. അത് ഉറക്കെ പറയാൻ, അതിനെ ഭയക്കാതെ, അതൊരു അവാർഡായിട്ട് സ്വീകരിക്കാൻ കൂടെയുള്ള ഒരു ധീരത മനസ്സിൽ വളർത്തി ഇതിനെതിരെ ശബ്ദിക്കാൻ നമ്മൾ തയ്യാറാണ്. ഇപ്പം ആരുമില്ല ഇതൊക്കെ സംസാരിക്കാൻ. അതുകൊണ്ടുകൂടിയാണ് ഈ പോകുന്ന ആളുകളോട് ഇതൊക്കെ പറയാൻ സാധിച്ചാൽ, അവർ കേൾക്കാനിടയായാൽ. ഇപ്പം നമുക്ക് നേച്ചർ ലൈഫ് TV എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. നമ്മളിത് പല പ്രാവശ്യം പറഞ്ഞു, പക്ഷെ അത് എത്ര പേര് കാണും? കാണുന്ന എല്ലാവരും പരസ്പരം പകർത്തുകയാണെങ്കിൽ കാര്യം എളുപ്പമാണ്. അവിടെയാണ് നമ്മുടെ ദൗത്യം. എവിടെ നമ്മുടെ നേരെ മുന്നിൽ വരുന്ന ഒരാളിൽ അത് പറയാനുള്ള കടമ നമുക്കുണ്ട്. കാരണം നമ്മുടെ ഉള്ളിലുള്ള ഈ വെളിച്ചം അത് നമ്മുടെ ഉള്ളിൽ കൊട്ടയിട്ട് മൂടി വെക്കാനുള്ളതല്ല. പറയണം. അവർ നമ്മളെ കളിയാക്കും, പരിഹസിക്കും, പറഞ്ഞ പോലെ കേൾക്കില്ല. പക്ഷെ പറയാത്തത് നിന്റെ കുറ്റം. പറഞ്ഞിട്ട് കേൾക്കാൻ കഴിയോ ഇല്ല എന്നുള്ളത് അവരുടെ തലയിൽ വരെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അവരുടെ പരിഹാസങ്ങളിൽ നീ കുലുങ്ങേണ്ട ആവശ്യമില്ല. ധീരതയോടെ മുന്നോട്ട് പോവുക മാത്രമേ സാധിക്കുകയുള്ളൂ.